തലൈവർ 171 ചിത്രത്തിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് തമിഴകത്തും മലയാളത്തിലുമൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ലോകേഷ് കനകരാജ് ഒരുക്കാൻ പോകുന്ന തലൈവർ 171 LCU എന്ന അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിൽ പെടുന്നതാണോ എന്നുള്ള സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതൊരു സ്റ്റാൻഡ് ലോൺ ചിത്രമായിരിക്കുമെന്ന്. എന്നാലും അടുത്തിടെ ചിത്രത്തിന്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ ചിത്രത്തിലെ വാച്ചുകൾ കണ്ടപ്പോൾ ഇത് റോളക്സ് അല്ലേ, ഇത് റോളക്സുമായി കണക്ഷൻ അല്ലേ, റോളക്സിന്റെ അച്ഛനായി വരുമോ എന്ന് തുടങ്ങിയ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പലരും എത്തിയത്. ഇപ്പോഴത്തെ മലയാളികൾക്ക് സർപ്രൈസ് നൽകാൻ വേണ്ടി മറ്റു ചില വമ്പൻ അപ്ഡേറ്റുകൾ പുറത്തുവരികയാണ്. തലൈവർ 171 എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും ശോഭനയും പ്രധാന കഥാപാത്രങ്ങളാകുന്നു എന്ന റിപ്പോർട്ടുകൾ. രജനിയുടെ നായികയായി ശോഭന എത്തും എന്ന റിപ്പോർട്ടിലാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശോഭനയെ ലോകേഷ് ചിത്രത്തിനായി സമീപിച്ചതായും താരം താല്പര്യം പ്രകടിപ്പിച്ചു എന്നുമാണ് റിപ്പോർട്ടുകൾ. രജനിക്കൊപ്പം മമ്മൂട്ടിയും വീണ്ടും എത്തുന്നു എന്ന റിപ്പോർട്ടുകളും നേരത്തെ വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ മണിരത്നത്തിന്റെ തളപതിക്ക് ശേഷം 31 വർഷങ്ങൾക്കിപ്പുറം ശോഭനയും മമ്മൂട്ടിയും രജനിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാകും ഇത്. ഏപ്രിൽ 22-നാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ പുറത്തുവിടുക. ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസറിനൊപ്പം രജനിക്കൊപ്പം അഭിനയിക്കുന്ന താരങ്ങളെയും വെളിപ്പെടുത്തും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. അതേസമയം ലിയോ പോലെ തലൈവർ 171 ചിത്രവും ഒരു ഹോളിവുഡ് ചിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. 2013 പുറത്തിറങ്ങിയ ദ പെർജ് എന്ന ചിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ലോകേഷ് തലൈവർ 171 ഒരുക്കുന്നത് എന്നാണ് സൂചനകൾ. അമേരിക്കൻ ഗവൺമെന്റ് ഒരു രാത്രി എല്ലാം നിയമവിരുദ്ധ പ്രവർത്തനത്തിനും അനുവാദം നൽകുന്നതും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് ദ പെർജ് സിനിമ പറഞ്ഞത്. തലൈവർ 171 ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലിൽ പെടുന്ന ചിത്രമായിരിക്കില്ല എന്ന് ലോകേഷ് കനകരാജ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തലൈവർ 171 ഒരു സ്റ്റാൻഡ് അലോൺ ചിത്രമായിരിക്കും എന്നായിരുന്നു ലോകേഷ് പറഞ്ഞത്. LCU സിനിമകളിൽ പ്രധാനമായും മയക്കുമരുന്ന് കടന്നുവന്ന് പശ്ചാത്തലമാകാറുള്ളതാണ്. എന്നാൽ ഇത്തവണ സ്വർണ്ണക്കടത്തിന്റെ പശ്ചാത്തലമാകും കഥ പറയുക. സിനിമയിൽ രജനികാന്ത് നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ഗോൾഡ് സ്മഗ്ലറിന്റെ വേഷത്തിലാകും എത്തുക എന്നും റിപ്പോർട്ടുകളുണ്ട്. സിനിമയുടെ ഷൂട്ടിംഗ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. പക്ഷേ സിനിമയുടെ വമ്പൻ അപ്ഡേറ്റുകളാണ് തമിഴകത്ത് നിറയുന്നത്. അതിലേക്കാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെയും ശോഭനയുടെയും പേരുകളൊക്കെ വന്നിരിക്കുന്നതും. എന്തായാലും ഇതറിഞ്ഞ ആരാധകർ വലിയ ആകാംക്ഷയിലാണ് കേരളത്തിൽ. ജയിലർ എന്ന ചിത്രത്തിൽ മോഹൻലാലിനെ കൊണ്ടുവന്നതുപോലെ ഒരു ഗംഭീര റോളിൽ മമ്മൂട്ടിയും തലൈവർ 171 എന്ന ചിത്രത്തിൽ ലോകേഷ് കനകരാജ് പ്രസന്റ് ചെയ്യണം എന്നാണ് അവരുടെ ആഗ്രഹം. അതുപോലെ സംഭവിച്ചാൽ ഗംഭീരമായ ഒരു റെസ്പോൺസ് കേരളക്കരയിൽ നിന്നും ഈ ചിത്രത്തിന് ലഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആരാധകരും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട്.